ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കപ്പ് മൈദ എടുത്ത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ അതേപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മാറിപ്പോകണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടെ. അരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. മിക്സാക്കിയിട്ട് ഇത് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെയായിട്ട് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താൽ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പും കുറച്ചും കൂടെ കേട്ടോ. അതുപോലെ നന്നായിട്ട് വെള്ള കളർ, വൈറ്റ് മഞ്ഞ കളർ മൊത്തം പോയി വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല്, പിന്നെ അതേപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇത് രണ്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. കൂടുതലൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ചെറിയ സ്പീഡിൽ കറക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഓവർ മിക്സ് ആക്കാതെ ചെറിയ രീതിയിൽ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നതൊക്കെ നഷ്ടപ്പെടും. മുട്ട പൊങ്ങി വന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താന്നു പോകട്ടെ. ചെറിയ ഇതിലിട്ടിട്ട് കറക്കിയെടുക്കുക കേട്ടോ. ഇനി സ്പാച്ചില വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്ലോവിൽ ചെയ്യണം കേട്ടോ. ഞാനിതിപ്പോൾ ഇത് സ്പീഡാക്കി കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായി തോന്നുന്നത്. ഇനി ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 35-40 മിനിറ്റ്, എനിക്കൊരു 35 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 35 അല്ലെങ്കിൽ 40 മിനിറ്റ്, ഓരോ ഫ്ലെയിമിനനുസരിച്ചാണ്. അതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ചെറിയ തീയിൽ അടിയിലൊരു പാത്രം വെക്കാൻ മറക്കരുത്. പഴയ എന്തെങ്കിലും മൂടി എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. സോസ് പാനിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓവനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചായക്ക് കൂടെ ഒക്കെ മുറിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ മുറിച്ച് കാണിക്കുന്നില്ല, എനിക്കത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം.